ഇപ്പോഴും ശാന്തി. റാണി എപ്പോഴും കൂട്ടിൽ തന്നെ ഉണ്ടാവും, ബാക്കിയുള്ളവർ പണിയെടുക്കും. അതിലാരൊക്കെ ഉണ്ട്? റാണി തേനീച്ച, അതിന്റെ ഒരു കഥ അറിയില്ലേ? വലിയ തേനീച്ചക്കൂട്. അതിലൊരു മെയിൻ ആളെന്ന് പറഞ്ഞാൽ റാണി തേനീച്ച. അതിന്റെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാല് പലരും അതിനുള്ളില് കൂട് ക്ലിയർ ആക്കുന്നവര്, കൂട് ഉണ്ടാക്കുന്നവര്, ഇതൊക്കെ കൂടാതെ അതിന്റെ പുറമെ പ്രൊട്ടക്ഷൻസ്, അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടിന് വരുന്ന ആക്രമണത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 33 കോടി പേര് ഇതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മകുമാരീസിന്റെ ആ 33 കോടി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മകുമാരീസിന് ഏറ്റവും ടോപ്പിലേക്ക് എത്തും. അതായത് അവര് പിന്നെ എന്തൊക്കെ വിധത്തില് ഏതൊക്കെ വിധത്തില് ഇത് പ്രചാരണം പ്രചരിപ്പിച്ച് ബാക്കി 700-800 കോടി പേരെയും കൂടെ കറക്റ്റ് ആക്കണ പരിപാടി ഒരു ടപ്പേച്ചിട്ട് ലാസ്റ്റത്തെ, അതായത് ഇപ്പൊ നടന്നു പോയി ഓരോ വീടുകൾ പോയി നോട്ടീസ് കൊടുത്ത് അവരുടെ പാർട്ടിയെ പറയുന്നത്. അവര് ആ സമയത്ത് വളരെ യുക്തിപൂർവ്വം അത് സ്ഥിരം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന സേവനം? എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോ ഒരു നോട്ടീസ് കൊടുക്കും. അങ്ങനെ ഒരു ബ്രഹ്മകുമാരീസിന് എന്ത് പരിപാടി ഉണ്ട്, അവിടെ അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്, ഒന്ന് വരൂ, വിളക്ക് കത്തിക്കാൻ വരൂ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വരൂ. ഇപ്പൊ നമ്മക്കേ അറിയാം അവര് വീട്ടിലാണ്, അതേ അറിയാം സങ്കല്പം, അത് വരാനൊന്നും പോണില്ല. അപ്പൊ 33 കോടി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ 700 കോടിന്റെ പ്രശ്നമേ ഒതുക്കില്ല. അത് പെട. പക്ഷെ റാണി തേനീച്ച ആരാണ്? ബാബ അവിടെ എപ്പോഴും ബാക്കിയുള്ളവരെ പണിയെടുക്കും. അഷ്ടരത്നങ്ങൾ 108. അഷ്ടരത്നങ്ങളും സത്യം പറഞ്ഞാല് അവസാനം കൂട്ടിന്റെ അകത്തുണ്ട്. അവരവരുടെ കൂട്ടിന്റെ അകത്ത് 108. എത്ര 108 പേരുണ്ടാവും? കുറേ തേനീച്ചക്കൂട് ഉണ്ടാവും കേട്ടാ. ഒരു തേനീച്ചക്കൂടല്ലോ ഇവിടെ തേന് കിട്ടാൻ. ഒരുപാട് തേനീച്ചക്കൂടുണ്ടാവും. തേനാണ് നമുക്കിവിടെ ആവശ്യം, അമൃതാകുന്ന തേൻ. ഇനി അമൃത് വേറെട്ടാ. ഇതൊക്കെ പല വിധത്തിൽ ഇതിനെ കൂട്ടി യോജിപ്പിക്കണം. ഓരോരോ ബ്രഹ്മകുമാരീസിന്റെയും കുമാരന്മാരുടെ ഒക്കെ അവസ്ഥ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ക്ലാഷ് ആണ്. അനവധി തേനീച്ചക്കൂടുകളാണ്. തൃശ്ശൂർ ഒരു തേനീച്ചക്കൂട്, എറണാകുളത്ത് ഒരു തേനീച്ചക്കൂട്, പാലക്കാട് ഒരു തേനീച്ചക്കൂട്. ഇവരെല്ലാരും കൂടെ വെച്ചിട്ട് ഒരു പരിപാടി നടത്തി നോക്കി. തിരുവനന്തപുരത്ത് ഒരു തേനീച്ചക്കൂട്. ഇപ്പൊ ഒരു 3 ദിവസത്തെ പരിപാടി എല്ലാരും കൂടെ വെച്ചിട്ടൊന്ന് നടത്തി നോക്കൂ. കേരളത്തിന്റെ മാത്രം തേനീച്ചക്കൂടുകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. 3-ാമത്തെ ദിവസം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമ്മാതിരി ടക്കറിങ്ങളാണ്. 3-ാമത്തെ ദിവസം ഞാൻ ഇപ്പൊ ഇന്ന് എല്ലാ കേരളത്തിലുള്ള മുഴുവൻ ബീക്കേഴ്സിന്റെ വെച്ചിട്ട് വലിയൊരു മെഗാ പ്രോഗ്രാം നടത്തി നോക്കും. 3-ാമത്തെ ദിവസം അടിച്ചു വരുന്നുണ്ട്. അപ്പൊ മോശാവൂലേ? പേരും മോശാവൂലേ? അതുകൊണ്ടാണ് ബാബ ഒരു സോണലിന്റെ കീഴിൽ ഒരു ടീമിന്, വേറൊരു സോണലിന്റെ കീഴിൽ വേറൊരു ടീമിന്, അത് തന്നെ വേറെ ആക്കി വിട്ടിട്ടുള്ളത്. കാരണം ഇപ്പൊ അവിടെ ക്ലിയർ ആവാണ്ട് പാര, അപ്പുറത്തേക്ക് പാര, ഇപ്പുറത്തേക്ക് പാര, കുശുമ്പ്, കുന്നായ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാവലേ ആർക്കാണ്? ചെറിയ ശരീരത്തിന്. അത് ഇന്ന് അതിന്റെ ഏറ്റവും പ്രഭാവത്തിൽ. സംഗതി എല്ലാവരും നല്ല ബ്രഹ്മചാരികളാണ്. ഒരു വർഷങ്ങളായിട്ട് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു അവയവം ഉണ്ടെന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനത്തെ ബ്രഹ്മചര്യത്തിലാണ് പലരും. പക്ഷെ ഈ പേരക്കുട്ടി ഇപ്പൊ പണി അസൂയ, കുശുമ്പ്, കുന്നായ്മ. പക്ഷെ അങ്ങനെയാണ് ഡ്രാമ, അങ്ങനെയാണ് കൊടുക്കുക, അങ്ങനെ മാറുള്ളൂ. അങ്ങനെ തന്നെയാണ് അസുഖം മാറുക. അതുകൊണ്ട് അതില് വേറെ ഇതൊന്നുമില്ല. പക്ഷെ തിരിച്ചറിയണം. അത് ഓരോരുത്തർ തിരിച്ചറിയണം. ഓരോരുത്തർ അവരവരുടെ ടൈം എത്തുമ്പോ തിരിച്ചറിഞ്ഞോളൂ. കാരണം ഇല്ലാതെ പോവാൻ പറ്റില്ല. ഒരു ചെറിയ അസുഖം ഉണ്ടെങ്കിൽ പോലും സത്യത്തിലേക്ക് വരും. ഏകായുഗത്തിൽ അവസാനത്തിലെങ്കിലും വരും. സത്യത്തിലേക്ക് വേണ്ടി.
ചെറിയ അസുഖം, ചെറുതായിട്ട്, അധികമൊന്നുമില്ല, എനിക്ക് ചെറിയൊരു കുശുമ്പ്. ആർക്കൂട്ടാ പറഞ്ഞ, എനിക്കാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി. സത്യത്തിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ, ആ 9 ലക്ഷത്തിൽ എൻട്രി കിട്ടണമെങ്കിൽ മുഴുവൻ അസുഖം പോകണം. മുഴുവൻ അസുഖം പോയിട്ട് ഹാജി ബാബ ഞാൻ പ്രിപ്പയർ. അത് തന്നെ ബാബ പറഞ്ഞു, നിങ്ങൾ 75% പാസ്സാവുന്ന പറഞ്ഞു. മുഴുവൻ പറയുന്നുണ്ട്. പക്ഷെ മുഴുവൻ അസുഖം, ബാക്കി 25% ബാബ ക്ലിയർ ആയിട്ട് 75% പാസ്സാവും. ബാബ മുരളിയിൽ പറഞ്ഞു, നിങ്ങൾ 75% ആയി കാണിക്കും. അമൃതവേള, ട്രാഫിക് കൺട്രോൾ, ബ്രഹ്മചര്യം, അങ്ങനെ 4 സ്തംഭങ്ങൾ ഉണ്ടല്ലോ. ഒന്ന് സത്സംഗം, ഒന്ന് പവിത്രതയുടെ തൂണ്, പിന്നൊന്ന് ക്ലാസ്, പിന്നൊന്ന് അങ്ങനെ ജ്ഞാനത്തിന്റെ. അങ്ങനെ ഈ 4 സ്തംഭങ്ങളുടെ മേലെയാണ് യോഗി ഇരിക്കുക. അതിലൊന്ന് വീക്കായാൽ ഗുണം, ഒന്ന് വീക്കായാൽ ഒന്ന് ഇങ്ങോട്ട് ഉറപ്പിച്ച് കാലൊക്കെ ഒന്ന് ഒപ്പിച്ച് മുന്നോട്ട് പോവാലോ. രണ്ടാമത്തെ വീക്കായപ്പം അവിടെയും വേണമെങ്കിൽ ഒരു ചെറിയൊരു ഇതൊക്കെ വെച്ച്, ഈ സ്തംഭങ്ങൾ ഈ സമയത്ത് ഇളകും. ഈ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് ഇളകേണ്ട സമയം തന്നെയാണ്. എന്നിട്ട് 3 വീക്കായി, അപ്പോഴും വേണമെങ്കിൽ നമുക്കൊരു സ്കൂളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. 4-മത്തെ വീക്കായി കഴിഞ്ഞാൽ പിന്നെ ആ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇരിക്കുന്ന കസേര കറക്റ്റാണോ നോക്കുക. അതിലൊന്നൊക്കെ വീക്കാണ്, വീക്കല്ലാതെ പിന്നെ 63 ജന്മല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? അത്രേയുള്ളൂ. വീക്കാണ്, എല്ലാവരും വീക്കാണ്. ഓരോ വിധത്തിലെടുത്ത് നോക്കിയാലും വീക്കാണ്. എന്റെയും വീക്കാണ്, നിന്റെയും വീക്കാണ്, ഓരോന്ന് വീക്കാണ്. പോയി നോക്കി കാണാൻ പറ്റും. ബ്രഹ്മകുമാരീസില് ആരാ പക്കാന്ന് പറഞ്ഞിട്ട്, ഞാൻ പക്കയാടോ സനൽദാസ് എന്ന് പറയാൻ ആരുണ്ട്? ബ്രഹ്മകുമാരി. ഏത് ബ്രഹ്മകുമാരിയുണ്ട്? ഞാൻ ഒന്ന് കാണിച്ചത് നിങ്ങളുടെ വീക്കുള്ള ഒന്ന് കാണിച്ചത്. ഒന്നുമില്ല, 4 നേരം സംസാരിച്ചാൽ മതി. ഹിന്ദിക്കാരി ആയാലും ശരി, ഏതായാലും ശരി, തുളുവായാലും ശരി, ഏതായാലും വീക്ക് നമുക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത്രയും വീക്ക് നമ്മളെ അടുത്തുണ്ട്. ഇപ്പൊ എവിടെയാണോ വീക്കുള്ളവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീക്കിനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതാണ്. പക്ഷെ നമ്മൾ ആ വീക്ക് നോക്കാൻ പാടില്ല. വീക്കിനെ ക്ലിയർ ആക്കിക്കോളും. ഒരു തവണ നമ്മക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, കുറച്ച് പേരുടെ മുഴുവൻ കുറ്റങ്ങളും എഴുതി കൊടുത്തു. ചെറിയ പ്രശ്നങ്ങൾ ഇന്ന കാരണം കൊണ്ട് മാറ്റാം. ചെറിയ വീക്കുകളുണ്ട്, അതൊക്കെ എഴുതി കൊടുത്തു. അത് എന്ന രീതിയിൽ മാറ്റാം. ആദ്യം എഴുതിയില്ലാട്ടോ, കാരണം അത് കാണുന്നുണ്ടെങ്കിലും മിണ്ടാതിരുന്നു. പിന്നെ ബാബു വീണ്ടും ചോദിച്ചു, അത് എഴുതണ്ടേ? അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇന്ന കാരണമുണ്ട്, അത് ക്ലിയർ ആക്കാം, അതിനിപ്പോ അധികം പ്രയാസമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെയാണ് എഴുതിയത്. ഇത്രേ ഉള്ളൂ. ഇവിടെ ഓരോരോ വീക്ക്നെസ്സിനും ചെറിയ വീക്ക്നെസ്സുകളുണ്ട്. ആ വീക്ക്നെസ് ഇന്ന സംഭവം എടുത്താൽ ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. എനിക്കുണ്ട് വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ. അത് ഇന്ന കാരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആ സിമ്പിൾ വീക്ക്നെസ്സിൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവാതിരുന്നാണ്. വീക്കായി കിടക്കുന്നതാണ് ഈ കാലുകളുടെ ഉറപ്പില്ലായ്മ. ഇതിലേക്ക് ഇറങ്ങിപ്പോയാൽ സെലിബ്രേഷനിൽ പോകാൻ പറ്റില്ല. സെലിബ്രിറ്റി ആവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. ഏത് സെലിബ്രിറ്റി? 9 ലക്ഷത്തിൽ, അതിൽ 16,108, അതിൽ വേണമെങ്കിൽ 108, ഒന്നും കൂടെ ട്രൈ ചെയ്താൽ 8 കഴിഞ്ഞു. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒരുപാട് തലകുത്തി മറിയണ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനില്ല. വളരെ സിമ്പിളാണ്. അതാണ് യുഗം 4 നല്ലു കലിയുഗം സുഖമേതന്നെ മുക്തി.
ലഭിക്കുക. പക്ഷെ ജീവൻ മുക്തി ലഭിക്കാൻ ഒരു ഇച്ചിരി ടൈറ്റ് എന്തെന്നുള്ളൂ. പക്ഷെ വലിയ സംഭവമൊന്നുമല്ല. ട്രിപ്പിൾ ഓം ശാന്തി.